അപ്പം ഞങ്ങൾ ഇന്ന് എവിടെ ആലപ്പുഴ വരെ പോവാണ് ഗൈസ്. ആലപ്പുഴയ്ക്ക് ഒരു ട്രിപ്പാണ്. ഇന്നൊരു കൊളാ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി ഫ്രീ ആയിട്ട് തിന്നുകയും താമസിക്കുകയൊക്കെ ചെയ്യാം. അത് ആലപ്പുഴയ്ക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ആലപ്പുഴയ്ക്ക്. മന്ത്രിയാ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. അവർ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരുടെ ഒരു വീഡിയോ മാത്രം നമ്മൾ എടുത്താൽ അതിന്റെ ഇടയ്ക്ക് വലിഞ്ഞേറി എന്നിട്ട് എന്നെ വിളിച്ചാരെന്ന് പറയാൻ വേണ്ടി പോവാ. പറയാം. അമ്മ ആലപ്പുഴ ഇത്ര നാളിന് ശേഷം പോകുമ്പോ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? അമ്മയുടെ ആഗ്രഹം സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് ഇറങ്ങണം. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ ഇറങ്ങും. ഇറങ്ങും. കടലിൽ പോയി കുളിച്ചാലോ? എന്നാലും വേണ്ടവില്ല, തുണിയൊക്കെ എടുത്തോണ്ടാ വന്നേ. രാത്രി കടലിൽ പോയാലോ? മുമ്പേ വരണം. ഇന്ന് ഫൈനലുണ്ട്. ശരിയാ, ഫൈനലുണ്ട്. എന്തുവാ ഉണ്ണിക്കുട്ട, പ്രവചിക്കുന്നവർക്ക് വല്ലവർക്കും ഈ 4 പേര് നീയും ഉണ്ട്. 4 പേര് ഇരുന്ന് പ്രവചിക്കുന്ന കറക്റ്റ് ആവുന്നവർക്ക് നാളെ ഒരു എന്തുവാ ഫുൾ മന്തി. ഒരാൾ എന്തായാലും ഒറ്റയ്ക്ക് ഫുൾ മന്തി അതാ ഒരു ഫുൾ മന്തി വേണ്ട. 1000 രൂപ അതില്ല അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ മന്തി തീർന്ന് അസുഖം തീർന്നു. അല്ല ഫുൾ മന്തി ഒരു ക്വാർട്ടർ മന്തി ഉറപ്പിച്ച്. അപ്പൊ നന്ദു പറ ആരായിരിക്കും എന്തുവാ ജയിക്കുന്നത്? അർജന്റീന ജയിക്കും. എത്ര ഗോൾ? മെസ്സി ഹാട്രിക് അടിക്കും. 3-1. അടുത്ത ഞാൻ പറയുന്നത് എന്നോട് 0-1 അർജന്റീന ജയിക്കും. അർജന്റീന 1 മറ്റേമാര് 0. അമ്മ പറ, അമ്മ എത്ര? എനിക്ക് ഇഷ്ടം മെസ്സിയാ, പക്ഷെ നിങ്ങൾ എതിരാ. എതിര് ജയിക്കുമെന്ന് ഞാൻ പറയും. സ്പെയിൻ ജയിക്കും. 2-1. ഇനി അടുത്ത പറങ്ങി പറയാ. അർജന്റീന നോക്കും. അയ്യോ, അപ്പൊ ഞാൻ അറിഞ്ഞില്ല. 2-1. അപ്പൊ ഇതിനകത്ത് ആര് ജയിക്കാൻ നമുക്ക് നോക്കാം. ആരാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. വേണ്ട, ഇവിടെ കാണാൻ വലിയ മര്യാദക്ക് സംസാരിച്ചോണം. ഇല്ല, ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. പറഞ്ഞേക്കാം, ഫ്രീ ആയിട്ട് സർവീസ് കുഴപ്പമില്ല. പോയി റൈസ് എടുക്കാനെന്ന് ഇവിടെ വാടാ, ചെന്ന് എടുക്കടാ. എന്തിനാ ഇപ്പം അവനെടുത്തിട്ട് എന്തിനാ? നീ എടുക്കുവാണെങ്കിൽ ഞാനൂടെ എടുക്കായിരുന്നു കുറച്ച്. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ലക്ഷറി റൂം. എനിക്കും എൻ്റെ റൂമിനാണ് ഇങ്ങനെ വേണമെന്ന് ആഗ്രഹം. ഇങ്ങനെ രാത്രി ഇങ്ങനെ ഭാര്യയായിട്ടൊക്കെ ഇരിക്കും. ഇങ്ങനെ തുറക്കണം, ഇങ്ങനെ തുറക്കണം. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന കൂട്ട സംഭവം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. രസമായിരിക്കും, നല്ല രസമുണ്ട്. കണ്ടോ, കട്ടിലും എല്ലാം അടിപൊളി, എല്ലാം ഉണ്ട്. ബാത്റൂം എല്ലാം. അയ്യോ, അല്ലെങ്കിൽ ഇതൊക്കെ നല്ല ഹോട്ടലാ. അപ്പൊ അവിടെയൊക്കെ നന്നായിട്ടിരിക്കും. അല്ലെങ്കിൽ ബാത്റൂം ഒക്കെ ഉണ്ടോ? കണ്ടോ, കിടന്നുറങ്ങാം. സൂപ്പർ അടിപൊളിയായിട്ട്. അമ്മ ഒരു ചായ ഇട്ടമ്മേ. ഒരു ചായ ഇട്ടമ്മേ. ചായ ഇടാം. ഒരു ചായ ഇട്. പിന്നെന്താ, ഒരു ചായ ഇടാങ്ങോട്ട്. ചായ ഇട്. എനിക്ക് വിത്തൗട്ട് വേണം. എനിക്ക് പഞ്ചാര ഞാൻ വിത്തൗട്ട്. എനിക്ക് പഞ്ചാര ഇട്ട്. നല്ല കൊഞ്ച് കഴിക്ക്. എനിക്ക് വേണ്ട, ഗ്യാസാ. നല്ല കൊഞ്ച്, നല്ല ബീഫ്. കൊഞ്ചിക്കൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളു. നല്ല കൊഞ്ചൊക്കെ ഉണ്ട്. എടീ രംഗു, ഹോട്ടൽ ഗ്രാൻഡ് ആലപ്പി ഇന്ന് ഞാനോടായിരുന്നു ഉദ്ഘാടനം ചെയ്ത, മന്ത്രിയുടെ കൂടെ. എന്ത് രസമായിരുന്നറിയോ. 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം കേട്ടോ. ശരി. മോനെ ശ്രീകുട്ടോ, നന്ദു എല്ലാം പേർക്ക് കർട്ടൻ വേണോ വീട്ടിടാൻ? തലണിയൊന്നും വേണ്ട, അവര് പിടിക്കും. എളുപ്പം എടുത്തു. പാൽപ്പൊടിയൊക്കെ കെറ്റിലെടുത്തോളാം മോനെ. കെറ്റിലെടുത്തോ, ബാഗിനകത്ത് വെച്ചോ. എനിക്ക് ക്ലോസറ്റ് എടുക്കുവാണ്. ഞാൻ ക്ലോസറ്റ് എടുക്കുക. അത് ബാഗിനകത്ത് വെക്കാം. ബാഗിനകത്ത് കേട്ടടാ. മതിടാ. മതി, ഗ്ലാസ് പൊട്ടി പോന്ന കേട്ടോ. ഇനി അവര് ഇട്ടേക്കത്തില്ല. ചുമ്മാ മതി. ഹോട്ടൽ ഗ്രാൻഡ് ആലപ്പി അടിപൊളി സർവീസാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള ആളുകൾ, നല്ല രസമാണ് അവിടെ. പിന്നെ റൂമൊക്കെ കിടിലം, ബാത്റൂം എല്ലാം. ഫുഡ് കിടിലം, മൾട്ടി കുസൈൻ റെസ്റ്റോറൻറ്റ്. കൊഞ്ചൊക്കെ അടിപൊളി കിടിലം.